നമ്മൾ കാത്തിരുന്ന US NFP ഡാറ്റ വന്നു കേട്ടോ. അത് കരുതിയതിനേക്കാളും ഇച്ചിരി കുറച്ച് കൂടുതലാണ്. 1,39,000 വന്നിട്ടുള്ളത്. അത് ഉയർച്ച തന്നെയാണുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് 4-5 മാസങ്ങൾ നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ഒരു NFP ഡാറ്റയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം 1,25,000, 1,26,000, 1,30,000 ഇങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ആയിരുന്നു റേഞ്ച്. പക്ഷേ 1,39,000 വെറും ഒരു 9 അല്ലെങ്കിൽ 13 അത്രയൊക്കെ ഉള്ളൂ. വർധനവേ ഉള്ളൂ. 13,000 അല്ലെങ്കിൽ 1,30,000 എക്സ്പെക്റ്റ് ചെയ്തതാണെങ്കിൽ അതൊരു 9,000 ഒരു വർധനവൊക്കെ ഉള്ളൂ. ഇനി കഴിഞ്ഞ മാസങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്പർ കുറവാണ്. അപ്പോൾ നമുക്കൊരു വലിയ സ്ട്രോങ് ഡാറ്റ എന്ന് പറയാം വയ്യ. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇച്ചിരി കൂടുതൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ NFP ഡാറ്റ പറയാൻ. അപ്പോൾ വലിയൊരു തൊഴിൽ. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 4.2% തന്നെ എപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതാണ് വന്നത്. ഇനി ഗോൾഡ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2-3 മിനിറ്റ് മുമ്പ് നോക്കിയപ്പോൾ ഗോൾഡ് അല്പം പോസിറ്റീവ് ടെറിട്ടറിയാണെങ്കിൽ അപ്പോൾ ഉള്ള പോയിൻറ്റിന് 5 മിനിറ്റിൽ NFP ഡാറ്റ കുറച്ചൊന്നും താഴേക്ക് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളും മിനിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾഡ് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ശരിക്കും നോക്കാം. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്